Hi friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ആയിട്ടാണ്. ഇതൊരു വെറൈറ്റി ബിരിയാണിയാണ്. ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വെച്ച ചിക്കനാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഞാനിവിടെ മല്ലിയിലയും പുതിനയും 2 പച്ചമുളകും മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത പേസ്റ്റാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇലൈച്ചി പൗഡറും ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതിവിടെ നന്നായി ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഞാനിവിടെ 1 കിലോ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി അരമണിക്കൂർ കുതിർത്തി വെച്ച റൈസാണ്. ഇനി അടുത്തതായി നമുക്ക് സവോള ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 വലിയ സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഓയിലിലേക്ക് ഇട്ട് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 2 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. 5 ഏലക്കായ്, 5 കറാമ്പൂ, 1 തക്കോളം ജാതിപത്രി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ വെള്ളം നന്നായി ചൂടായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒരു 1/4 വേവിൽ വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ നമ്മുടെ റൈസ് 1/4 വേവിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ റൈസ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി മസാല റെഡിയാക്കി എടുക്കാം. ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിൻ്റെ പകരം നമുക്ക് നെയ്യും ഉപയോഗിക്കാം. എന്നിട്ട് അതിലേക്ക് ചിക്കൻ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള കുറച്ച് ചേർത്ത് കൊടുക്കാം. ഹൈദരാബാദി ബിരിയാണീൻ്റെ പ്രത്യേകത സവാള ഫ്രൈ ചെയ്തത് കുറച്ച് കൂടുതൽ ഉപയോഗിക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് പുതിന ഇലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ചിക്കന് പകുതി വേവ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കന് പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച റൈസ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. ഞാനിത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പകുതി റൈസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത സവാള കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി പുതിന ഇലയും മല്ലി ഇലയും കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ചൂടുള്ള പാലിൽ കുറച്ച് കുങ്കുമപ്പൂവ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവറിനാണ്. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ആദ്യത്തെ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ രണ്ടാമത്തെ ലെയറും നമുക്ക് ചെയ്തെടുക്കണം. ബാക്കിയുള്ള റൈസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. കുങ്കുമപ്പൂവ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ദം ചെയ്യാൻ എടുത്തു വെക്കാം. ഞാനിവിടെ കുറച്ച് മാവ് ചുറ്റും വെക്കുന്നുണ്ട്. ഇതിൻ്റെ ആവി പുറത്ത് പോകാണ്ട് ഇരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ടിത് നന്നായി അടിച്ച് വെക്കണം. ഇത് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബിരിയാണി വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ബിരിയാണി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ വീണ്ടും പുതിയ റെസിപ്പിയായി വരാം. താങ്ക് യു.